ഞാനൊന്ന് പറയട്ടെ. മിക്സി, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, അലമാര, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളാണ്. അതായത് ഈ സ്വന്തം മുന്നണി സ്ഥാനാർത്ഥികൾ പോലും അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുക. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നത്തിൽ. നമ്മുടെ വിമത സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കണ്ടില്ലേ? ബൾബ്. എന്തിട്ടാണ് ബൾബൊക്കെ? അതിലൊരു സാധനമുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ബൾബായിരുന്നു. അപ്പോൾ ഏതോ ഒരു ജോത്സ്യം പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എടുത്താൽ ചിലപ്പം ജയിക്കും. മണ്ടൻ വിശ്വസിച്ചു ചിഹ്നെടുത്ത്. അതാണ് അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം. സ്വിച്ചാണ്. അത് മറ്റേ എന്താ സ്വിച്ച് ഇട്ടാലേ ബൾബ് കത്തത്തുള്ളൂ. അടിപൊളി. എനിക്കറിയാൻ പാടില്ല. എന്തായി നമ്മുടെ ചിഹ്നം? കട്ടള എൻ്റെ കൊണ്ടാരോടൊക്കെ ഇവൻ്റെയൊക്കെ തെറിവിളി കേൾക്കേണ്ടി വരില്ല. മുണ്ടങ്ങാനം വരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഈ പേട്ടത്തില്ല എന്തിൻ്റെ ആവശ്യം? നാട്ടിലെ BLOയ്ക്ക് മുണ്ട് പൊക്കി കാണിക്കാം. മത്സരിക്കാൻ കഴിയാത്ത ഒരു വിമത സ്ഥാനാർത്ഥിക്ക് ഒരു മുണ്ട് പൊക്കി കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? പൈസ ചൂടാല്ലേ? എന്നിട്ട് നിന്റെ ശബരിമല പോക്കൊക്കെ എന്തായി? ശബരിമല പോക്ക് ഞാനൊന്ന് നീട്ടി വെച്ചേക്കുവാ. എന്താ പറ്റിയ? അതായത് തെരഞ്ഞെടുപ്പാണല്ലോ. ആ സമയത്ത് ഞാനിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. നീ ഇവിടെ ഇല്ലെങ്കിൽ എന്താ? എടാ, അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. കാരണം ഒരു കുത്തിത്തിരിപ്പനാണ് ഒഴിവാകുന്നത്. അതല്ല പൈസ. പിന്നെന്ത്? അതായത് ഈ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കാൻ പോകാന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടു. ഉറപ്പായിട്ടും ഉണ്ടാവും. പറയുന്നത് അപ്പം ഞാൻ വിമതനായി മത്സരിക്കാൻ നിന്നായിരുന്നല്ലോ. അപ്പോൾ എനിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചനയൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നടപടി വന്നാൽ എൻ്റെ ഭാഗം ചാനലിലേക്ക് പറയാൻ ഒരാൾ വേണ്ടേ? അതിന് ഞാനിവിടെ ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഒളിവിൽ പോയി എന്ന് പറയില്ലേ? അതാണ് നിനക്ക് നല്ലത്. നീ ഒളിവിൽ പോകുന്നതാണ് നിനക്കല്ല. ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഇറ്റ്സ് ഫാർ ബെറ്റർ. എന്നെ ഒളിവിൽ പറഞ്ഞു വിട്ട് എനിക്കെതിരെ ചാനലിൽ ചർച്ച നടത്തി എന്നെ പാർട്ടി നടപടിക്ക് വിധേയനാക്കി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിനക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള രാജ്യദ്രോഹി. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. മര്യാദക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കും കിട്ടായിരുന്നു സീറ്റ്. ഇനിയിപ്പോൾ എന്തായി? ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും, MLA ആവുകയും ചെയ്യും. കാണാടാ. കാണാം. എനിക്ക് വേണ്ട നിന്റെ കൂറ മുന്നണി. നീ പോടാ. എനിക്കപ്പഴേ തോന്നിയാണ് നീ ഒരു വർഗീയവാദിയാണ്. നിന്നെ പോലെ ഒരു കുലംകുത്തി നമുക്ക് വേണ്ട. എന്നെ വേണ്ടെങ്കിൽ നീ വല്ല പാകിസ്ഥാനിലേക്കും പോടാ. ഇതൊന്ന് നേരത്തെ അറിഞ്ഞിട്ടെങ്കിൽ നേരെ അയോധ്യയിലേക്ക് പോയാലും. എൻ്റെ കാറൽ മാക്സ്, എൻ്റെ മോദിജി, ജയ് ഭാരത്. ഇനി ഞാനൊന്ന് പറയട്ടെ.